ഹലോ ഗൈസ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷേ ഒരുപാട് കാലമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഏകദേശം 2-3 വർഷമൊക്കെ ആയി. അപ്പം ഒരുപാട് കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ജസ്റ്റ് വെറുതെ എൻ്റെ ഒരു ട്രാവൽ, ഒരു സോളോ ട്രാവലാണ്. ഞാനിവിടെ ജർമ്മനിയിൽ ഇപ്പോൾ മ്യൂണിക്കിലോട്ട് മാറി എൻ്റെ വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനിതിന് മുന്നേ ഉണ്ടായിരുന്നത് ഹല്ലയിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഉണ്ടാവണം എൻ്റെ കൂടെ സങ്കല്പ് വേണ്ടിയിട്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനിപ്പോഴും ഹല്ലയിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ട്രാവലിട്ട് ഒരുപാടൊക്കെ ആയി. കാരണം അത് ഞങ്ങൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് കയറി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമുക്ക് ചെറിയൊരു കാഴ്ചകളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷ്ലിയർസീ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ടാണ്. ഏകദേശം മ്യൂണിക്കിൽ നിന്ന് 1 മണിക്കൂർ മാറി സൗത്തിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച എന്നുള്ളത്. ഇതൊരു ലേക്കാണ്. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ്, അതായത് ഇന്ന് 27-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്രിസ്മസോട് ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് നല്ല സ്നോവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഞാൻ ആക്ച്വലി ഇന്ന് എനിക്ക് ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല റൂമിൽ, വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അവരൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി അതൊക്കെ പോയിരിക്കുകയാണ്. ഞാനിന്ന് എന്തായാലും വെറുതെ ഇരിക്കണമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാവരും ക്രിസ്മസൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണത്തിലാണ്. അധികം ആൾക്കാരില്ല, പക്ഷെ എന്നാലും എല്ലാവരും അവരുടെ ഡോഗുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വന്നിരിക്കുകയാണ്. തണുപ്പുണ്ട് കേട്ടോ, ഏകദേശം തണുപ്പുണ്ട്. ഇപ്പോൾ 1 ഡിഗ്രിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ -4 ആയിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സൂര്യനുണ്ട്, വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മഞ്ഞൊക്കെ ഉരുകുന്നുണ്ട്. ഞാൻ വരുന്ന നോക്കിയൊക്കെ നല്ല മഞ്ഞായിരുന്നു. അത് ഞാൻ പറ്റുവെച്ചാൽ ഈ വീഡിയോയ്ക്കൊപ്പം തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി എനിക്ക് കണ്ടൻറ്റ് എന്താണെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സോളോ ട്രിപ്പ് ആണെന്നതിനും പറഞ്ഞ് ഇടാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ പുറകിൽ നല്ല കാഴ്ചയാണ്, അല്ലേ, നല്ല മഞ്ഞൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പിന്നെ ഹല്ലയിലോട്ട് പോയിട്ട് ഒരുപാടായി. ഞാൻ ഹല്ലയിലുള്ളപ്പോൾ ഞങ്ങളവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെപ്പോഴും യാത്രകൾ പോയിട്ടും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സമയം കിട്ടാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജോബിലോട്ട് മാറി. അവിടെ മ്യൂണിക്കിൽ വന്നിട്ട് ഏകദേശം ഞാൻ ഒരു 1 ഇയറിന് മേലെയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടാറില്ല. കാരണം ജോബോടെ ഒന്നിച്ച് എനിക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് യാത്രകൾ വരുമ്പോൾ നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഇതും കിട്ടാറില്ലായിരുന്നു. എന്തായാലും ഫൈനലി ഇന്നൊരു ഒഴിവ് ദിവസം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ പുറകിൽ, അല്ലേ, നല്ല കാഴ്ച അല്ലേ. അപ്പം ഞാനിവിടെ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാൽ. നടക്കുക, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഏതെങ്കിലും ഒരു കഫേയിൽ കയറുക, ഒരു കാപ്പി കുടിക്കുക, കുറച്ച് ഇരിക്കുക, പോവുക. ഇതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയണത്. അപ്പോൾ നമുക്കിനി അടുത്തത്, ഞാനിവിടെ കുറച്ച് നടന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇനി കഫേ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ പേര് ഇരുന്ന് ചില്ലിങ് ആണ്. ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്, ചെറിയ ചെറിയ വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ. ഇതൊരു കഫേയാണ് ആക്ച്വലി. പുറത്ത് ഇരുന്ന് ബിയർ അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാപ്പി കുടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. നമുക്ക് കൂടെ ജസ്റ്റ് നടന്നു നോക്കാം എന്തെങ്കിലും. ഇവിടെ ആക്ച്വലി കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. സ്കീയിങ് ഉണ്ട്, മൗണ്ടൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ സ്കീയിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഐസ് സ്കേറ്റിങ് ചെയ്യാറുണ്ട് ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഒന്നും തയ്യാറായിട്ടല്ല വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഷൂ, പാൻറ്റ്, ഒരു ജാക്കറ്റ് ഇറങ്ങിയതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ശരിക്കും ബോട്ടിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നിവിടെ വലിയ ആക്റ്റീവും കാര്യങ്ങളൊന്നും അല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കിനിപ്പോൾ ബോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. കണ്ടില്ലേ,
എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. നടന്ന് പോകാൻ പറ്റുന്ന വഴികളിലൂടെയൊക്കെ നമുക്ക് പോയി നോക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ വല്ല കാഴ്ചകളുണ്ടെങ്കിൽ നമുക്കത് കാണാം. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേക്കിൻ്റെ ഒന്നുകൂടെ അടുത്തേക്കുള്ള ആ ഒരു വഴിയിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, എന്താ പറയുക, മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞു ഏകദേശം. അതേപോലെ ഈ സൈഡിലും അതെ. പിന്നെ പുറകിൽ ആ വഴി അങ്ങോട്ട് നേരെ പോകുന്നത് റോഡിലേക്ക് പോവാണത്. അപ്പോൾ എന്തായാലും ഈ മഞ്ഞ് ഇങ്ങനെ പെയ്ത് കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല രസമാണ്. കാരണം യൂഷ്വലി മ്യൂണിക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം രണ്ട് ദിവസം 3 ദിവസമൊക്കെ നിൽക്കുള്ളൂ. പക്ഷെ ഇവിടെ കൂടുതൽ നിൽക്കുന്നുണ്ട്. കാരണം ഒന്നും ഉള്ള ഏരിയ ആണ്, പൊല്യൂട്ടഡ് അല്ല. അപ്പോൾ സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പുകയും പിന്നെ അതുപോലെ തന്നെ പൊല്യൂഷനൊക്കെ കാരണം അവിടെ മഞ്ഞധികം നിൽക്കാറില്ല. പക്ഷെ ഇവിടെ ഈ വില്ലേജ് ഏരിയയിൽ ഇവിടെ ഒരുപാട് എന്താ പറയുക മഞ്ഞ് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുമ്പിൽ നല്ലൊരു കാഴ്ചയുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി നോക്കൂ, എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ച എന്നുള്ളത്. നമുക്ക് ഈ ഒരു വഴികളിലൂടെയൊക്കെ ഒന്ന് നടന്നു പോയി നോക്കി നോക്കാം. മരങ്ങളൊക്കെ എത്താൻ രസമല്ലേ കാണാൻ. അതുപോലെ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ആ മഞ്ഞ് അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇതിനുള്ളിലൂടെ പോയി നോക്കിയിട്ട് എങ്ങോട്ട് എത്തും നോക്കി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ മഞ്ഞ് ഉരുകിയിട്ട് ഈ സ്നോവിൻ്റെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വീഴാൻ കാണാൻ പറ്റും. ഞാനിത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ സ്നോവിനെ എന്താ പറയുക വീഴുന്നുണ്ട്. തടിയിലൊക്കെ ആയി. അപ്പം എന്തായാലും ഞാനത് ചെയ്യാതെ തന്നെ അത് വീഴുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഉരുകി വീഴുന്നുണ്ട് ഓരോ ചെറിയ ഇതായിട്ട്. കാരണം ഒന്നാമത് സൂര്യൻ അത്യാവശ്യം ഇന്ന് കാണുന്നുണ്ട്. യൂഷ്വലി സൂര്യൻ ഉണ്ടാവാറില്ല, ക്ലൗഡി ആയിരിക്കും. പക്ഷെ ഇന്ന് എന്താ പറയുക സൂര്യൻ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ഞങ്ങൾ വിടുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാണാം, ഞാൻ ഒരു നടന്നൊരു ഫോറസ്റ്റിൻ്റെ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അവിടെ കാണാൻ സൂര്യൻ എനിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ക്യാമറയിൽ എത്ര ഭംഗിയായിട്ട് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ പൊതുവേ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഒന്നും പറയുന്നില്ല, നമുക്ക് നടന്നു നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു പട്ടിക്കുട്ടിയൊക്കെ നടന്നു പോയിട്ട് എവിടെ എത്തും നോക്കി നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ അവിടെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഏരിയ ആണിത്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. മേ ബി ഇത് ഓപ്പണെല്ലാം തോന്നുന്നു, ഓപ്പൺ ആണ്, പക്ഷെ ആരും ചെയ്യുന്നില്ല. പിന്നെ ഓക്കെ അത് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻട്രപ്റ്റ് ചെയ്യുന്ന നിന്നാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, നല്ല കാഴ്ചയാണത്. ആ സൂര്യൻ്റെ വെളിച്ചം ആ മറ്റേ ഐസായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്നോവിൻ്റെ ആ ഒരു റിഫ്ലക്ഷനോടെ കാണുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണല്ലേ. നമുക്ക് നടന്നു നോക്കി നോക്കാം ഫർദർ. എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, എന്തായാലും പോകുന്നവരെ നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഞാൻ നടന്നിട്ട് ഇവിടെ ഒരു റോഡിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതെങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ട്രാക്ക് ഉണ്ട്. സോ യൂഷ്വലി ട്രെയിൻ വരുന്നൊരു വഴിയാണിത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. കയറിയിട്ട് മേ ബി ഒരുപാട് ദൂരം ഇങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നടക്കുന്നതിൻ്റെ അർത്ഥമില്ല. നമുക്ക് തിരിച്ചു വരുന്നതാവും നല്ലത്. കാരണം പിന്നെ നമുക്ക് ഒരുപാട് തിരിച്ച് നടക്കേണ്ടി വരും. സോ തണുപ്പത്ത് തിരിച്ച് നടക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നോക്കി നോക്കാം, നമുക്ക് ആ പോയിന്റിലെത്തിയിട്ട് എങ്ങോട്ട് പോകുന്നു നോക്കിയിട്ട് അതുപോലെ നമുക്ക് ചെയ്യാം. ഞാൻ ഈ പോയിന്റിലെത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല കാഴ്ചയാണ്. കുറേ പേരൊക്കെ ഇത് കൂടെ ഇറങ്ങി അങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വീട്, അതിന് മുകളിൽ കൂടെ തന്നെ സ്മോക്കൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ ഇവിടെ അപ്പോൾ എത്ര ഉള്ളൂ തോന്നുന്നു. എനിക്ക് കാര്യമായിട്ട് ഇപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല. ഞാൻ എന്നാലും ഈ വഴി അവിടെ ഡെഡ് എൻഡാണ്, അവിടെ കാണാം നിങ്ങൾക്ക്. സോ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല.
നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ച് കിടക്കാം. തിരിച്ച് കിടന്നിട്ട് നമ്മൾ വന്ന സ്പോട്ടിൽ നിന്ന് തിരിച്ച് പോകാൻ നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നടന്നിട്ട് ഇപ്പോൾ കണ്ട കാഴ്ചയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇത് വെള്ളമാണ്, പക്ഷേ ഐസായി കിടക്കണം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്, ടെമ്പറേച്ചർ അത്ര ലോ ആയിട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നടന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്നുള്ളത് ഒരു കഫേ കണ്ടുപിടിക്കലാണ്. അപ്പോൾ നമുക്ക് കഫേയിൽ പോയി നിന്നിട്ട് ബാക്കി സംസാരിക്കാം. ഞാനിപ്പോഴും ഒരു കഫേ നോക്കി നടക്കുകയാണ്. അവിടെ ഒരു കഫേ കണ്ടിരുന്നു, പക്ഷേ അത് ഭയങ്കര തിരക്കാണ് അവിടെ. പിന്നെ ഈ മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ഇതെന്ന് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് ഈ മഞ്ഞ് ഉരുകിയത് ഫ്രീസായി നമ്മൾ നടക്കുമ്പോൾ വഴുക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഞാനിപ്പോൾ തന്നെ ഏകദേശം ഒരു 2-3 സ്ഥലത്ത് തന്നെ നല്ല വഴുക്കലുണ്ടായിരുന്നു. സോ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതിന് അനുസരിച്ചുള്ളൊരു എന്താ പറയുക ഡ്രസ്സിങ്, അതായത് ഷൂസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി നോർമൽ ഒരു സ്നീക്കേഴ്സായിട്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഈ സ്നോ കാണാനോ അത് മറ്റുമായിട്ടുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ പോകുകയാണെങ്കിൽ അതനുസരിച്ചുള്ള എന്താ പറയുക ഡ്രസ്സിങ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണത്. അതൊക്കെ മനസ്സിലാവില്ല, പക്ഷേ അവിടെ ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നോക്കട്ടെ. എന്തായാലും വീണ്ടും ഞാൻ കഫേ നോക്കി നടക്കുകയാണ്. നമുക്കിനി ആ ഭാഗത്ത് പോയി നോക്കി നോക്കാം. അവിടെ പുറത്ത് ആക്ച്വലി ഒരു കോഫി സെല് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രീറ്റ് വെൻഡർ. പക്ഷേ അതെന്തായാലും അവിടെ നിന്ന് എടുത്ത് കുടിക്കുകയാണെങ്കിൽ അത് കോൾഡ് കോഫി ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. സോ എവിടെയെങ്കിലും നമുക്ക് ഉള്ളിലിരുന്ന് കുടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള വല്ല എന്താ പറയുക കോഫി ഷോപ്പ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയെല്ലാം കിട്ടാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്കി അവിടെ വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഒരു കഫേയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മെനു തരുന്നതിന് മുന്നേ അവരോട് പറഞ്ഞതാണ് എനിക്ക് ജസ്റ്റ് ഒരു കാപ്പുച്ചീനോ മാത്രം മതിയെന്ന്. അപ്പോൾ നമുക്ക് അതും കുടിച്ചുകൊണ്ട് ഇരിക്കാം. ഓക്കെ, കുറച്ച് നേരം. അപ്പോൾ എന്തായാലും അത്ര തന്നെ കാര്യമുള്ളൂ. അങ്ങനെ ഫൈനലി കഫേയിലെത്തി. അപ്പോൾ കുറേ നടന്ന് തണുപ്പൊക്കെ നടന്നിട്ട് ഒരു ഹീറ്ററിൽ അത് ഹീറ്റിംഗ് കിട്ടിയപ്പോൾ ഭയങ്കര ആശ്വാസമാണ്. എന്തായാലും കുറച്ച് നേരം വഴി നിന്നിട്ട് പോവാം അല്ലേ. സോ അങ്ങനെ നമ്മൾ ചോദിച്ച കാപ്പുച്ചീനോ നമുക്ക് കിട്ടി. നമുക്കിനി ഇത് കുടിക്കാം. അപ്പോൾ അങ്ങനെ കാപ്പുച്ചീനൊക്കെ കിട്ടി. കുറച്ച് കുടിച്ചിട്ട് കമ്പ്യൂട്ടറിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുത്തിരിക്കണ പോലെ നമുക്ക് കാണിക്കാം. അല്ല, കുറച്ച് കാര്യം നോക്കാണ്ട് എന്നിട്ട് നമുക്ക് കാപ്പി കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. കാപ്പിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് ബാലോട്ടിലോട്ട് ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ കണ്ട കാഴ്ചയാണത്. സോ നല്ലൊരു കാഴ്ചയാണ്. ഞാൻ എന്താ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ട്രെയിൻ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്താ ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇനി ട്രെയിൻ വരും. അപ്പോൾ ട്രെയിന് വന്നു കഴിഞ്ഞാൽ പോയി. സോ നമുക്കിനി അടുത്തൊരു ഇതേപോലെ ഒരു യാത്രയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോളോ ജേർണിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിത്ത് ഫ്രണ്ട്സ് ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ബൈ ബൈ. നിങ്ങൾക്കാണ് ട്രെയിൻ വരുന്നത്. ഈ ട്രെയിനിലാണ് ഞാൻ പോണത്. സോ നേരെ പോകുന്ന മ്യൂണിക്ക് ട്രെയിൻ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെയുള്ള എല്ലാവരും ഇപ്പോൾ ഇതിൽ പോവാണ്. കാരണം ഇനിയിപ്പോൾ ഇവിടെ ഡേ ലൈറ്റ്, അതായത് സൺസെറ്റായി. ഡേ ലൈറ്റ് ഇല്ല, ഇനിയിപ്പോൾ നൈറ്റാണ്. ഒരു മണിക്കൂറിൽ സൂര്യാസ്തമനമാണ്. അപ്പോൾ പിന്നെ ഇവിടെ ആരും നിൽക്കാറില്ല. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ ട്രെയിനിൽ കയറിയിട്ട് യാത്ര ചെയ്യാം. ഓക്കെ.